വിശുദ്ധമുള്ള ലൂക്കോസ് എവങ്കേലിസ്ത എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ധാരാളം സന്ദർഭങ്ങളിൽ നാം കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്തിട്ടുള്ള വാക്യങ്ങളാണ് ഇതെല്ലാം. ബെത്സയിദ എന്ന വിജനദേശത്തേക്ക് കർത്താവ് പോകുന്നു. വിജനദേശം എന്ന് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാൻ തന്നെ സാധ്യമാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വിജനദേശങ്ങൾ എന്നുമില്ല. ആറ്റരികത്ത് ചെന്നാൽ ആൾക്കൂട്ടമാണ്, താഴ്വരകളിൽ ചെന്നാൽ റിസോർട്ടുകളും അതോട് ചേർന്ന ആൾക്കൂട്ടവുമാണ്. ഗ്രാമങ്ങളിൽ ചെന്ന് വ്യാപാരക്കുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഗ്രാമത്തിൽ ഗ്രാമീണത ഒഴികെ മറ്റെല്ലാം കാണാൻ സാധിക്കും. പട്ടണങ്ങൾ കോലാഹലങ്ങൾ കൊണ്ട് നടന്നത്. ഇനി മലമുകളിൽ കയറാമെന്ന് കരുതിയാലോ അവിടെയും ഗിരിശൃംഖലകൾ കീഴടക്കുവാൻ കയറുന്ന ഒരുപാട് ആളുകൾ ഈ കാലഘട്ടത്തിലുണ്ട്. അതുകൊണ്ട് വിജനദേശം എന്ന വിശുദ്ധ എവങ്കേലിയത്തിലെ പ്രയോഗത്തെ എങ്ങനെയാണ് പറഞ്ഞു തരുന്നത് എന്നെനിക്കറിയുന്നു. എന്നാലും വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അല്പം നടത്തിയ യാത്രകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് കർത്താവിന്റെ കാലഘട്ടത്തിൽ യഹൂദിയ നാടിൽ പല ദേശങ്ങളും വിജനദേശങ്ങളായിരുന്നു, മരുഭൂമികളായിരുന്നു. പച്ചനാമ്പുകളില്ലാത്ത പാറക്കെട്ടുകളും അതുപോലെ തന്നെ മൺപാടങ്ങളും മാത്രമുള്ള വിജനദേശങ്ങൾ അനവധി ഉണ്ടായിരുന്നു. എന്തോ എങ്ങനെയോ യേശുക്രിസ്തു ഇടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള വിജനദേശത്തേക്ക് പോകുക പതിവായിരുന്നു. അങ്ങനെയൊരു സന്ദർഭത്തിലാണല്ലോ സാധാരണ അവനെ പിടികൂടി ചില പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുന്നത്. വാത്സല്യമുള്ളവരെ, യഥാർത്ഥത്തിൽ വിജനദേശം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും ഉണ്ടാകാൻ ഇടയുള്ളതുമായ ജീവിത ക്രമങ്ങളാണ്. ഹൃദയത്തിൽ വിജനത അനുഭവിക്കുന്ന എത്രയോ ആളുകൾ ഇവിടെയുണ്ട്. പണ്ട് വായിച്ച ഇംഗ്ലീഷ് കവിതയിലെ മലയാളം ഏതാണ്ട് ഇങ്ങനെയാണ്: ചുറ്റുപാടും എല്ലാം വെള്ളമാണ്, പക്ഷേ കുടിക്കുവാൻ വെള്ളത്തോട് കിട്ടുന്നില്ല എന്ന അർത്ഥം വരുന്ന ഒരു ശകലം. ഇതാണ് ആധുനിക മനുഷ്യന്റെ പ്രയാസം. കാരണം ജനക്കൂട്ടത്തിന്റെ ഇടയിലാണ് കഴിയുന്നത്. എന്നാലും എവിടെയൊക്കെയോ വിജനതകൾ അനുഭവപ്പെടുകയാണ്. ദാമ്പത്യത്തിലോ ആരോഗ്യത്തിലോ ജോലിസ്ഥലത്തോ മാനസിക സംഘർഷങ്ങളോ ഒക്കെ മൂലം ഓരോരുത്തർക്കും അവരവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള വിജനദേശങ്ങളുടെ അനുഭവങ്ങൾ ഉണ്ടാവുകയാണ്. പക്ഷേ വിജനദേശങ്ങൾക്കൊരു സവിശേഷതയുണ്ട്. എന്താണത്? വിജനദേശങ്ങൾ തേടിയാണ് കർത്താവ് സഞ്ചരിക്കുന്നത്. ആൾക്കൂട്ടം തേടി അവൻ സഞ്ചരിക്കാറില്ല. എന്നാലോ അവൻ എവിടെയുണ്ടോ അവിടേക്ക് ആൾക്കൂട്ടം എത്തിച്ചേരുകയാണ്. അവൻ സഞ്ചരിക്കുവാൻ ആഗ്രഹിച്ചതും ചെന്നെത്തുവാൻ ആഗ്രഹിച്ചതും വിജനദേശങ്ങളിലാണ്. അതുകൊണ്ട് ഈ വിജനദേശം എന്ന പ്രയോഗത്തിന് ജോഗ്രഫിക്കൽ എൻറ്റിറ്റി എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലെ ഒന്നുകിൽ സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന എക്കണോമിക്കലായിട്ടുള്ള അനുഭവങ്ങളാണ്. വിജനദേശങ്ങൾ ഒരുപാട് നമ്മുടെയൊക്കെ അനുഭവത്തിലുണ്ടാകും. 2-3 ആഴ്ചകൾക്ക് മുമ്പ് അത്ര ഗുരുതരമല്ലായെങ്കിലും അല്പം ഒരു ചികിത്സയിലൂടെ എനിക്ക് കടന്നു പോകേണ്ടി വന്നു. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച മാസങ്ങളൊന്നുകൂടെ വിശുദ്ധ വലിയ അർപ്പിക്കുവാനായിട്ട് സാധിച്ചില്ല. എല്ലാ ദിവസവും 1-ാം വെള്ളിയാഴ്ച അർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇന്ന് 3-ാം വെള്ളിയാഴ്ചയാണെങ്കിൽ വരണമെന്ന് അഭ്യർത്ഥനയാണ് ദേവദോസേനയോട് അപേക്ഷിച്ച് ഞാൻ ഇതിനെ വാങ്ങിയത്. എന്റെ ജീവിതത്തിലെ കുറെ വിജനദേശങ്ങളായിരുന്നു. പക്ഷേ ഒന്ന് ഞാൻ തിരിച്ചറിഞ്ഞു, എന്റെ വിജനദേശം കണ്ടുകൊണ്ടാണ്, അത് തേടിക്കൊണ്ടാണ്, അത് അന്വേഷിച്ചുകൊണ്ടാണ് കർത്താവ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിന്റെ വിജനദേശങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക, ഭൂമിയിലെ വിജനദേശങ്ങളെ കുറിച്ച് കരുതണം. പക്ഷേ ഭൂമിയിൽ വിജനദേശങ്ങൾ കണ്ടെത്തുവാൻ വളരെ കുറവാണ്. അതുകൊണ്ട് അന്തരംഗത്തിൽ ഉരുവായിക്കൊണ്ടിരിക്കുന്ന വിജന
സാമ്പത്തിക തകർച്ചകൾ, എൻ്റെ കുടുംബജീവിതത്തിൽ തകർച്ചകൾ, സഹായിക്കാനായിട്ട് ആരുമില്ല എന്ന് തോന്നലുണ്ടാക്കുന്ന ജീവിത അനുഭവങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും വിജനദേശം. ഈ വിജനദേശം തേടിയാണ് നസറേത്തുകാരൻ യേശു സഞ്ചരിക്കുന്നത്. ആ വിജനദേശത്തിൽ ചെല്ലാനും അവിടെ പാർക്കുവാനും അവിടെ പാർത്തുകൊണ്ട് ദൈവത്തോട് സംസർഗം ചെയ്യുവാനും തന്നെയല്ല അവൻ ആരംഭിച്ചത്. പിന്നെ എന്താണ്? അതാണ് ഇന്നത്തെ വേദഭാഗത്ത് ഉള്ളത്. ഏതാണ്ട് 3 ദിവസങ്ങളായി ബെത്സൈദ എന്ന വിജനദേശത്ത് എത്തിയിട്ടുണ്ട്. ശിഷ്യന്മാരും എന്ന് പറഞ്ഞു, ഗുരു, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. എത്ര ദിവസങ്ങളായിട്ട് ഇവര് നമ്മുടെ ചുറ്റും നിൽക്കുകയാണ്. ഇവർക്കൊന്ന് തല ചായ്ക്കാനായിട്ട് ഇടം കൊടുക്കണ്ടേ? ഇവർക്ക് ഭക്ഷിക്കുവാനായിട്ട് കുടിക്കുവാനായിട്ട് വലുതൊക്കെ കൊടുക്കണ്ടേ? അതുകൊണ്ട് നീ ഇവരെ പറഞ്ഞയക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും കാരുണ്യവും ഇത്രയും കരുതലും ഈ ശിഷ്യന്മാർക്കുണ്ടായാലും എത്ര ശ്രേഷ്ഠമാണ്. പക്ഷേ ചോദിച്ചത് ഞാൻ തന്നെ തിരുത്തുന്നു. ഇത് അവരുടെ കരുതലിന്റെയോ വിജനദേശത്തിന്റെ അസാധ്യതകളെ കുറിച്ചുള്ള ചിന്തകൾക്കൊണ്ടോ അവിടെ കൂടി വന്ന് ജനത്തിന്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടോ ആയിരുന്നില്ല. കാരണം എന്താണ്? അവർക്ക് വേണ്ട അത്യാവശ്യ വിശപ്പ് പോകാനുള്ള 5 അപ്പവും 2 മീനും കയ്യിലുണ്ട്. പിന്നെ കിടന്നുറങ്ങുന്നത് എപ്പോഴും അവരുടെ ഗുരു എവിടെ കിടക്കുന്നു അവിടെയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ജനത്തെ തിരിച്ചയക്കുവാനായിട്ടുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു അപേക്ഷ കർത്താവിന്റെ അടുക്കൽ ഇവർ കൊടുത്തതിന്റെ കാരണം they were not concerned about the community, rather they were more conscious about their own needs and existence. വന്നുകൂടിയ ജനത്തെ കുറിച്ചുള്ള കരുതലിനേക്കാൾ കൂടുതൽ, കരുതലില്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാൽ ആ കരുതലിലേക്ക് കൂടുതൽ അവരുടെ വിശപ്പിന്റെ വിളി അത് കേട്ടു. അവരുടെ കയ്യിലുണ്ട് 5 അപ്പവും 2 മീനും. അത്യാവശ്യത്തിന് അത് കുറെ വെള്ളമുണ്ടെങ്കിൽ കഴിയും. അതുകൊണ്ട് അവർ പറയുകയാണ്, ഗുരു, ഇവരെ നീ വിട്ടയക്കണം. സമീപത്തുള്ള ഗ്രാമങ്ങളിൽ ചെന്ന് പാർക്കുവാൻ ഇവരെ നീ അനുവദിക്കുക. അവരുടെ ലോജിക്കൽ കൺക്ലൂഷൻ എന്താണ്? ഇവിടെ ഞങ്ങളൊക്കെ ഈ നിസാരത്തിന്റെ അപ്പകഷ്ണങ്ങളല്ലാതെ ഇവർക്കൊന്നും കൊടുക്കാനായിട്ട് ഇല്ല. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ സ്കെയിൽ, ലോകത്തിന്റെ മാനദണ്ഡം കണക്കാക്കിയ ഇതൊക്കെ വളരെ കറക്റ്റ്. പക്ഷേ കർത്താവ് വ്യത്യസ്തമായിട്ടാണ് ചിന്തിച്ചത്. ഞാൻ യേശുക്രിസ്തുവിൽ കാണുന്ന അസാധാരണമായ ഒരു സവിശേഷതയിലാണ്. അവൻ ഏകജാതനായ, അവൻ സർവശക്തനായ ദൈവത്തിന്റെ ഏകജാതനായ പുത്രൻ എന്ന ദൈവശാസ്ത്ര രഹസ്യങ്ങളെക്കാൾ കൂടുതൽ നസറേത്തിൽ ജീവിച്ചിരുന്ന നമ്മെ പോലെ സാധാരണക്കാരനായ യേശുവിൽ ഞാൻ കണ്ട സവിശേഷത, he was a man of difference. He was a man of difference. എപ്പോഴും അവന്റെ കാഴ്ചകൾക്ക്, അവന്റെ നോട്ടങ്ങൾക്ക്, അവന്റെ ഭാവങ്ങൾക്ക്, അവന്റെ ചിന്തകൾക്ക്, അവന്റെ നിരൂപണങ്ങൾക്ക് ഒരു വ്യത്യസ്തത ഉണ്ടായിരുന്നു. He was a man of difference. നമുക്ക് ഡിഫറൻസ്. ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ പൂർവ്വശന്മാരും ചിന്തിക്കും. ഞാൻ പറയുന്നത് നിങ്ങളും പറയുകയാണ്. കാരണം നമ്മളൊക്കെ ഏതാണ്ട് ഒരേ നാട്ടിൽ കടന്ന ആളുകളും, അതുകൊണ്ട് നമുക്ക് ഡിഫറൻസ് കാണാൻ കഴിയും. പക്ഷെ യേശുവാണ് ഇവര് പറയുകയാണ്, ഇത് വിജനദേശമാണ്, ഞങ്ങളവർക്ക് ഒന്നുമില്ല, ദൂരദേശങ്ങളിലേക്ക് അടുത്തുള്ള ഗ്രാമങ്ങളിലേക്ക് ഇവരെ വിട്ടയക്കുക. പക്ഷേ here is a man who has a different point of view and who has concerned about the people and the society. സമൂഹത്തെക്കുറിച്ചും സംഘത്തെക്കുറിച്ചും വ്യത്യസ്തമായ കാഴ്ചയുള്ള ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. അവനാണ് നസറേത്തിലെ യേശു. ഈ നസറേത്തുകാരുടെ ഡിഫറൻസ് ഇങ്ങനെ തെളിഞ്ഞത്. അവൻ പറഞ്ഞു, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം. സാധാരണ നമ്മുടെ ഭാഷയിൽ പറയാം, ഇതൊരു വട്ടാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പുരുഷന്മാർ തന്നെ 5000. പുരുഷന്മാർ 5000 ആയിരുന്നെങ്കിൽ സ്ത്രീകൾ എത്ര ആയിരുന്നിരിക്കണം? 10,000 കണ്ടിരിക്കണം. കാരണം അന്നും ഇന്നും സുവിശേഷവും വചനം കേൾക്കാനും ഒക്കെ കൂടുന്ന താല്പര്യം
കാരണം അവയെ വല്ലപ്പോഴും കേൾക്കും. 5000-ഓളം പുരുഷന്മാരാണെങ്കിൽ അതിൻ്റെ 2 സ്ത്രീകൾ, കുട്ടികൾ വേറെ ഉണ്ടായിരിക്കും. ഏതായാലും ഒരു വലിയൊരു ജനക്കൂട്ടമാണ്. കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇവർക്ക് ഭക്ഷിക്കാനായിട്ട് കൊടുക്കണം. ഏതായാലും അവരുടെ കയ്യിലുണ്ടായിരുന്ന 5 അപ്പവും 2 മീനും എടുത്ത് അത് 12 വീതമാണ് ഇരിക്കാനായിട്ട് കൊടുത്തു. അങ്ങനെ ചെയ്തു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ടകൾ നിറച്ചെടുത്തു. ശേഷിച്ച കഷ്ണങ്ങൾ 12 കുട്ടകൾ നിറച്ചെടുത്തു. അതേക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുമ്പായിട്ട് ഈ ശിഷ്യന്മാരുടെ ആറ്റിറ്റ്യൂഡും യേശു ക്രിസ്തുവിന്റെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് എന്തായിരുന്നു വ്യത്യാസം? ശിഷ്യന്മാർക്ക് കൺസേൺ ഇല്ലെന്ന് ഞാൻ പറയുകയില്ല. പക്ഷേ ശിഷ്യന്മാരുടെ കൺസേൺ ആയാസരഹിതമായ കൺസേൺ ആയിരുന്നു. ആയാസരഹിതമായ കൺസേൺ, concern about the people without any risk and any responsibility. ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം നടപ്പിലാക്കുന്നതിന് ചില കഷ്ടങ്ങൾ സഹിക്കുവാനോ കഴിയുന്ന തരത്തിലുള്ള ഒരു കൺസേൺ ആയിരുന്നില്ല ഇവർക്കുണ്ടായത്. അവർക്ക് കൺസേൺ ഉണ്ടായിരുന്നു, എന്താണ് ഇവരെ പട്ടണങ്ങൾ ചത്തുപോകും. അതുകൊണ്ട് ശിഷ്യന്മാരുടെ കൺസേൺ എന്ന് പറയുന്നത് ആയാസരഹിതമായ കൺസേണാണ്. പക്ഷേ യേശു ക്രിസ്തു എന്ന വ്യത്യസ്തൻ, അദ്ദേഹത്തിന്റെ കൺസേൺ എന്തായിരുന്നു? നിങ്ങൾ തന്നെ ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുക. 2 കാര്യങ്ങൾ. ഒന്ന്, ജനക്കൂട്ടത്തെ കുറിച്ചുള്ള കൺസേൺ വളരെ അധികം. 2, ആ കൺസേൺ ഉത്തരവാദിത്വത്തോട് കൂടിയതായിരുന്നു. കൺസേൺ വിത്ത് റെസ്പോൺസിബിലിറ്റി, വളരെ ഉത്തരവാദിത്വത്തോടുകൂടിയ കൺസേൺ. ഇവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം, തർക്കമില്ല. പക്ഷെ അത് നിങ്ങൾ കൊടുക്കണം. You are responsible for the people and you have to feed them. നിങ്ങളാണ് ഭക്ഷിക്കാൻ കൊടുക്കുക. അപ്പോൾ കരുതൽ തന്നെ 2 രീതിയുണ്ട്. ഒന്ന് ആയാസരഹിതമായ കരുതലും, വേറൊന്ന് ആയാസത്തോടു കൂടിയ ഉത്തരവാദിത്വത്തോടു കൂടിയ കരുതലും. ഈ ഉത്തരവാദിത്വത്തോടു കൂടിയ കരുതലാണ് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെ എല്ലാ കാലവും മറ്റുള്ളവരിൽ നിന്ന് വിദഗ്ധനായി വ്യത്യസ്തനായി നിർത്തിയിരിക്കുന്നു. ഇനിയൊന്ന് മടങ്ങി വരിക നമ്മുടെ ജീവിതത്തിലേക്ക്. ഞങ്ങൾ മേൽപ്പെട്ടക്കാരും അച്ഛന്മാരുമൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും ആയാസരഹിതമായ കരുതലെന്നാണ്. അപ്പൊ നിങ്ങളാണെങ്കിലും ഇന്ന് എന്നോട് പറയാം, തിരുമേനി എനിക്ക് നാളെ സർജറി ഉണ്ട്, അല്ലെ എൻ്റെ മകൾക്ക് പരീക്ഷയാണ്, അല്ലെ നാളെ എന്തെങ്കിലും കാരണങ്ങൾ ആവശ്യങ്ങൾ പറയുക, തിരുമേനി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സങ്കടം പറയുക. 99% പൗരോഹിത്യ സ്ഥാനം ഉൾപ്പെടെ പുരോഹിത സ്ഥാനികൾ നൽകുന്ന പെട്ടെന്നൊരു ഉത്തരവുണ്ട്, ഞാൻ പ്രാർത്ഥിക്കാം. അതല്ല, പേടിക്കില്ല, നിങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സന്മനസ്സും നിങ്ങളുടെ നല്ല ഹൃദയവും ആയിരിക്കുന്ന കർത്താവ് നിങ്ങൾക്കതിനുള്ള ആശ്വാസം. പക്ഷേ നിങ്ങൾ കരുതും ഈ മെത്രാശനും ഈ അച്ഛനും പ്രാർത്ഥിച്ചുകൊണ്ട് കിട്ടിയത്. മെത്രാശനും പ്രാർത്ഥിച്ച അച്ഛനും പ്രാർത്ഥിച്ചാൽ കിട്ടുകയെന്നല്ല എളുപ്പം. ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ സർവശക്തൻ നല്ലതുപോലെ കേൾക്കുകയും അതിന് പ്രതിഫലം നൽകുകയും ചെയ്യും. പക്ഷേ എന്റെ ചോദ്യം, ഇങ്ങനെയൊരു ആയാസരഹിതമായ ആശ്വാസവാക്കുകൾ നൽകുന്നതല്ലാതെ യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ടോ? യഥാർത്ഥത്തിൽ ഈ ജനത്തിന്റെ നൊമ്പരങ്ങളെ വേണ്ടതുപോലെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുക്കുന്നുണ്ടോ? പ്രാർത്ഥിക്കാമെന്ന ഒരു ദിവസം 100 പേരോടാണ് പറയുന്നത്. അതിൽ 10 ആളുകളെങ്കിലും അന്നത്തെ ദിവസം ഓർത്ത് പ്രാർത്ഥിക്കാൻ സാധിച്ച വളരെ വലിയ കാര്യം. ഞാൻ ഈ കുമ്പസാരം പോലെ പറയുകയാണ്. ഇന്നലെ എൻ്റെ മുറിയിൽ വെച്ച് എൻ്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് ഞാൻ തിരുവേനി, ഞാൻ ഗോവൻ, എൻ്റെ ആക്സസിൽ ചെറുപ്പക്കാരനാണ്. ഫൈൽസിൻ്റെ സർജറി കഴിഞ്ഞു. തിരുവേനിയുടെ പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞത് തിരുവേനിയുടെ പ്രവർത്തനം കൊണ്ടാണ് എനിക്ക് വളരെ വേഗത്തിലാണ് വേദനയിൽ റിലീഫ് കിട്ടിയത്. ഒത്തിരി ആശ്വാസമുണ്ട്. 2 ദിവസം കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സത്യമായിട്ടും അത് വായിച്ചുകൊണ്ട് എൻ്റെ കണ്ണു തുറന്നു. കാരണം അവരെന്നോട് പറഞ്ഞത് സത്യമായിരുന്നു. പക്ഷേ എൻ്റെ തിരക്കിനിടയിൽ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിച്ചു. പക്ഷേ അവൻ്റെ നല്ല മനസ്സിനെ കണ്ട കർത്താവ് അവന് സൗഖ്യം കൊടുത്തു. ഞാനതിൻ്റെ കീട് തീർത്തു. അപ്പോൾ തന്നെ അവനെ വിളിച്ചു.
ഇനിയൊരു 2-3 ദിവസം നല്ലപോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ദൈവം നിന്നെ പൂർണ്ണ സാധ്യതയില്ല. അതിനുശേഷം ഞാൻ പ്രാർത്ഥിച്ചു. ജോലി സംഭവിക്കുന്നതായിരിക്കും. ഇത് എത്രാശന്റെ അച്ഛൻ്റെ ജീവിതത്തിൽ തന്നെ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ളതാണ്. ആയാസരഹിതമായ കൺസേണാണ് ഇന്ന് അനേക ക്രിസ്ത്യാനികൾക്കുള്ളത്. നല്ല വാക്കുകൾ, മധുരവാക്കുകൾ പറഞ്ഞയക്കുന്നതല്ലാതെ, ആയാസരഹിതമായ കൺസേൺ അല്ലാതെ, യേശു ക്രിസ്തുവിനെ പോലെ ഉത്തരവാദിത്വത്തോടുകൂടിയ കൺസേൺ. ഭക്ഷിക്കാൻ കൊടുക്കണം, അത് നിങ്ങൾ തന്നെ കൊടുക്കണം. ഇത് വളരെ അസാധാരണമായ ഒരു സാക്ഷിയാണ്. ഇത് അസാധാരണമായ സമീപനമാണ്. ഇത് അസാധാരണമായ ദൈവസ്നേഹത്തിന്റെ പ്രതിഫലനമായ മനുഷ്യസ്നേഹം തന്നെയാണ്. നമുക്കും ഇതിലേക്കൊന്ന് വളരേണ്ടേ? നമുക്കൊന്ന് മടങ്ങി വരേണ്ടേ? ക്രിസ്ത്യാനിയാണ് എന്ന് പേരുണ്ട് എന്നുള്ളതല്ലാതെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ക്രിസ്ത്യാനിക്ക് യോഗ്യമായ രീതിയിൽ ജീവിക്കാൻ കഴിയണ്ടേ? 80, 50, 50 എത്ര സംവത്സരം ജീവിച്ചാലും അതൊരു 50 ദിവസങ്ങൾ, 80 വർഷങ്ങൾ ആയുസുണ്ടെങ്കിൽ 80 ദിനങ്ങളെങ്കിലും ഒരു നല്ല ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കണ്ടേ? മാമോദിസായിട്ട് ക്രമമായിട്ട് ഉദാശയം സ്വീകരിക്കുന്നുണ്ടോ? ഞാൻ നല്ല ക്രിസ്ത്യാനിയാണ്, ശരിയാണ്. അതാണ് നമ്മുടെ എല്ലാം ധാരണ. പക്ഷേ ഓർക്കുക, അതൊക്കെ നമ്മുടെ അവകാശങ്ങളാണ്. മാമോദിസായിലൂടെയും കുർബാനാനുഭവത്തിലൂടെയും കൂദാശകളിലൂടെയും നമുക്ക് കിട്ടുന്നത് ദൈവദാനമായ വലിയ അവകാശമാണ്. നിത്യജീവൻ, സ്വർഗരാജ്യം എന്ന് വേണ്ട അവകാശങ്ങളൊക്കെയാണ്. പക്ഷേ ഓർക്കണം, ഉത്തരവാദിത്വ നിർവഹണം കൂടാതെയുള്ള അവകാശങ്ങൾക്ക് വലിയ ആനുകൂല്യമില്ല. അതുകൊണ്ട് ജീവിതത്തിന്റെ ആയുഷ്കാലത്തിന്റെ പ്രധാന ദിവസങ്ങളിലെങ്കിലും നല്ല ക്രിസ്ത്യാനികളായി ജീവിക്കാൻ ശ്രമിക്കുക. ആയാസരഹിതമായ കൺസേൺ അല്ല, മറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന കൺസേൺ. അതാണ് നമുക്ക് വേണ്ടത്. അതാണ് കർത്താവ് കാണിച്ചത്. ഒടുവിലായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു, ശേഷിച്ച കഷണങ്ങൾ 12 കുട്ടകളോളം നിറച്ചെടുത്തു. നമുക്ക് തോന്നിയേക്കാം, ഇവരിനി യാത്ര ചെയ്യാൻ പോവാണ്, കൈ കാശും കാര്യമൊന്നും കാണുകയില്ല, എന്നാൽ ബാക്കിയുള്ളതെല്ലാം അവിടെ തെളിക്കെടുത്തേക്കാം. അതാണോ? അങ്ങനൊന്നും തെറ്റിദ്ധരിക്കരുത്. കാരണം എന്താണ്? യേശു ക്രിസ്തു ഒരിക്കലും തന്നെ കുറിച്ച് കൺസേൺ ആയിരുന്നില്ല. അക്കരയ്ക്ക് പോയ നേരത്ത് കർത്താവ് പറഞ്ഞു, നിങ്ങൾ മനുഷ്യന്മാരുടെ പുളിച്ച മാവ് സൂക്ഷിക്കണം. ശിഷ്യന്മാരെ കരുതി മാവ് എടുക്കാത്തതുകൊണ്ടാണ് ഇവർ പറയുന്നത്. പക്ഷേ അവനെ സംബന്ധിച്ചിടത്തോളം ആ കാശും താഴെ ഭൂമിയും ഈ കുറെ പറവജാതകളും മൃതരീടുള്ള കുറെ ഗുഹകളും അല്ലാതെ അവന് സ്വന്തമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെയല്ല, അവൻ 72 പേരെ അയച്ചു നേരത്തെ പറഞ്ഞു തന്ന വടിയും പക്കണമൊന്നും എടുത്തേക്കരുത്, പാണ്ഡവൊന്നും എടുത്തേക്കരുത്, ചെരുപ്പെടുത്തേക്കരുത്. അങ്ങനെയുള്ള യേശു മക്കളെ ഒരു കാര്യം ചെയ്യും, ഏതായാലും 12 നമ്മൾ വെച്ചിട്ട് എടുത്തു, നമുക്ക് നാളെ ആവശ്യം വരും എന്ന നമ്മുടെ ഒരു ധാരണ അനുസരിച്ചാണോ എടുത്തത്? ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതല്ല, 3 വഴിക്ക് ആർക്കെങ്കിലും വിതരണം ചെയ്യാം എന്ന ഒരു ജീവകാരുണ്യ പദ്ധതിയായിട്ട് അവൻ ഏറ്റെടുത്തത് അതുമല്ല. മറിച്ച് ഇവിടെ ഒരു വലിയ രഹസ്യം ഒളിഞ്ഞു കിടക്കുന്നു. അതെന്തെന്ന് ചോദിച്ചാൽ, ഈ അപ്പമെടുത്ത് വാഴ്ത്തി കൊടുക്കുകയും ഒരു വലിയ ആധ്യാത്മിക കർമ്മം ഇവൻ അനുഷ്ഠിച്ചിരിക്കുകയാണ്. ഈ ആത്മീക കർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞപ്പോൾ അതുവഴി ആർജിച്ചെടുത്ത ഊർജം അത് ആവശ്യത്തിന് വിനിയോഗിച്ചു. എന്നാൽ മിച്ചം കിടക്കുക അത് ദൈവത്തിന്റെ ദാനമാണ്. ഈ ആത്മീയ ശക്തികളിൽ അസ്ഥാനത്ത് കളയുന്നത് അതവിടെ ഇട്ടിരുന്നെങ്കിൽ പറവകളോ മൃഗങ്ങളോ വന്ന് കുത്തിപ്പറിച്ച് തിന്നാനായിട്ട് സാധ്യതയില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, ജീവിതത്തിൽ ദൈവിക ദാനങ്ങളോ ദൈവിക നന്മകളോ നമുക്ക് കിട്ടി നമ്മുടെ ആവശ്യത്തിൽ കഴിഞ്ഞുണ്ടെങ്കിൽ അത് ശേഖരിച്ചു വെക്കണം. അത് വിളമ്പി കൊടുക്കാനായിട്ടല്ല, മറിച്ച് അവശേഷിക്കുന്ന അപ്പക്കഷണങ്ങളിലൂടെയാണ് സാത്താൻ പ്രവേശിക്കുന്നത്. ലോകചരിത്രം നോക്കിയാൽ അതിപ്രഗത്ഭരായ അതിവിശുദ്ധ ജീവിതം നയിച്ചു നല്ല പ്രസംഗകരും നല്ല ധ്യാന ഗുരുക്കളും ഒക്കെ നമ്മുടെ ഈ കേരളത്തിൽ പോലും ഉണ്ടായിരുന്നുണ്ട്. പക്ഷേ അവരുടെ ആദ്യകാലങ്ങളിൽ വളരെ ചൈതന്യത്തോടും ആത്മനിറവോടും കൂടി അവരത് ചെയ്തുവെങ്കിലും പിന്നീട് അവരെല്ലാം പലരും ഒരു
അവശേഷിച്ച കഷ്ണങ്ങൾ കൊട്ടകളിൽ നിറച്ചെടുത്തില്ല. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കം. സർവശക്തി ഈ വാക്കുകളെ കൂടുതൽ നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കൂടുതൽ അതിൽ അവൻ അടയിരുന്നു നിങ്ങളുടെ അന്തരംഗത്തിൽ കൂടുതൽ വചനത്തിൻ്റെ മുട്ടകൾ വിരിയുവാൻ സർവശക്തി തൻ്റെ ആത്മാവിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ചുരുക്കും.